ഫ്രാൻസിസ് പാപ്പ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് കിടക്കാൻ നേരത്ത് കിടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്വസ്ഥമായിട്ട് ഈ മൊബൈലൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വളരെ ഭക്തിയോടുകൂടെ കുരിശു വരച്ച് കിടക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. കുരിശു വരക്കാറുണ്ട്. ഒരു 10 ദിവസം പോലും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെല്ലുവിളിച്ചിട്ടാണ് പറഞ്ഞത്. അതേ വെല്ലുവിളി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ച് നടത്തുകയാണ്. ഞാനിത് പറഞ്ഞു തരുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നടത്താൻ പരിശ്രമിച്ച് നിങ്ങൾ തോറ്റു. വേറെ ഒന്നുമില്ല. കിടക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ് പാപ്പ തന്റെ കട്ടിലിൽ വളരെ ശാന്തമായിട്ടിരിക്കും. 5 സ്വർഗസ്ഥനായി ചൊല്ലിയിട്ട് ചെറിയൊരു പ്രാർത്ഥന ചേർക്കും. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അപ്പോ ഫ്രാൻസിസ് പാപ്പ 5 സ്വർഗസ്ഥനായി ചൊല്ലിയതിനു ശേഷം ഫ്രാൻസിസ് പാപ്പ കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങാം. ഈ 5 സ്വർഗസ്ഥനായി ചെല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? കർത്താവിന്റെ 5 തിരുമുറിവുകളെ ഓർത്തുകൊണ്ട്. എന്നിട്ട് കിടക്കുമ്പോൾ പാപ്പ പറയും, ഞാൻ കുരിശിന്റെ മറുപുറത്ത് ഇങ്ങനെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നും. പിറ്റേ ദിവസം ഞാൻ എഴുന്നേക്കുന്നത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പോലെ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. കുരിശ് രൂപത്തെ മനസ്സിൽ ഓർത്തിട്ട് ആദ്യത്തെ സ്വർഗസ്ഥനായി ചെല്ലുമ്പോൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഈ കയ്യിലെ തിരുമുറിവ്. രണ്ടാമത്തത് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും. മൂന്നാമത്തത് പ്രാർത്ഥിക്കുമ്പോൾ വലത്തെ കാല് ഇടത്തെ കാലിന് മുകളിൽ പതുക്കെ ഒന്ന് ചവിട്ടും. അപ്പോൾ ഇടത്തെ കാലിലെ തിരുമുറിവുകൾ ഞാൻ ഓർക്കാം. അതിനുശേഷം നേരെ തിരിച്ചു ചവിട്ടും. അപ്പോൾ വലത്തെ കാലിലെ തിരുമുറിവ് ഓർക്കും. 5ാമത്തത് ചെല്ലുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് 5ാമത്തെ സ്വർഗസ്ഥനായി ചെല്ലും. എന്നിട്ട് കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയണമെന്ന് കിടന്നുറങ്ങും. നാളെ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷായി. പ്രിയമുള്ളവരെ, പാലിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഉപകരിക്കാനായിട്ട്.